പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ പ്രഭു. വേഗം വരുന്ന ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന വെളിപ്പാട് പുസ്തക പഠനത്തിലേക്ക് സ്വാഗതം. Are you ready for the seventh trumpet? I am coming soon. അനീതി നിറഞ്ഞ ലോകത്തെ നീതിമാനായ ദൈവം ന്യായം വിധിക്കുന്ന വിവരണങ്ങളുള്ള വെളിപ്പാട് പുസ്തക പഠനം. യേശുക്രിസ്തു വേഗം വരുന്നു. വരവിൻ്റെ ലോകലക്ഷണങ്ങൾ വളരെ കാണുന്നു. വേഗം വരുന്ന ഈ കർത്താവിൽ വിശ്വസിക്കുവാൻ നിങ്ങൾക്കും ഇടയായെങ്കിൽ ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചു വരും, അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ ആ കാര്യം പറഞ്ഞിരിക്കുന്നു. അതിലേക്ക് വളരെ വേഗം നമ്മൾ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സയൻസ് പുരോഗമിച്ചു, എഡ്യൂക്കേഷൻ, സംസ്കാരം മനുഷ്യന് വളരെയധികം വർദ്ധിച്ചു. എന്നിട്ടും മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പിന്നെയും അവശേഷിക്കുകയാണ്. അസ്തമിക്കാത്ത പ്രശ്നങ്ങളുമായിട്ട് അടരാടുന്ന ആധുനിക മനുഷ്യന് വാസ്തവത്തിൽ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അത് ദൈവവചനത്തിലേക്ക് നാം തിരിയുകയും ദൈവവചനത്തിൻ്റെ ശബ്ദം നാം ആ ശബ്ദത്തിന് കാതു കൊടുക്കുകയും ചെയ്ത് ദൈവത്തിൻ്റെ പരിഹാരത്തിലേക്ക് എത്തണം എന്നും കൂടെയാണ് ഈ പ്രക്ഷേപണത്തിൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ സാർ പറഞ്ഞ ഈ ഒരു ഏകലോക നേതാവിന് വലിയ ലോകത്തിൻ്റെ മേൽ ഒരു വലിയ അധികാരം ലോക ജനതകളുടെ മേൽ ലഭിക്കുന്നു എന്നുള്ളത് ബൈബിൾ പ്രവചിക്കുന്നു. അതൊക്കെ എങ്ങനെയാണെന്ന് ഈ അധ്യായത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ ആദ്യം ഓർക്കണം, നൗ there is a need for a one world government. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഏകലോക നേതാവ് വേണം. കാരണം ഒരു ലോക ഭരണത്തിന്റെ കീഴിലെ ഇപ്പം തന്നെ പോപ്പുലേഷൻ, ജനസംഖ്യ സ്ഫോടനം. ഒരു രാജ്യം നോക്കിയാൽ ജനസംഖ്യ കുറയ്ക്കാൻ ഒക്കും, വൈഷമ്യമാണ്. അപ്പോൾ ആഗോളമായി ഒരു ഭരണകൂടത്തിന് വേണ്ടി മാനവരാശി ഇന്ന് ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ആ കാര്യങ്ങളൊരുക്കുകയും ഒക്കെ മുന്നോട്ട് ചെയ്യും. അതിൻ്റെ കൂടെ ഒരാഗോള വ്യാപാര ഉടമ്പടികളൊക്കെ ഒപ്പുവെച്ച് അങ്ങനെ ഒരു പുതിയ പ്രതിഭാസത്തിന്റെ വക്താക്കളായ ലോകരാജ്യങ്ങൾ തീർന്നു കഴിഞ്ഞു. ഗാഡ് കരാറൊക്കെ അതിന്റെ ഭാഗമല്ലേ? ഗാഡ് കരാറ് മാറ്റി, അത് ഗാഡ് കരാറിനായിരുന്നു 50 വർഷത്തെ വ്യാപാരം നടന്നിരുന്നത്. അതിനെ റീപ്ലേസ് ചെയ്ത് ഇപ്പോൾ ഒരു പുതിയ മറ്റൊരു വ്യാപാര ഉടമ്പടി വന്നു. അതിന്റെ പേരാണ് WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അതായത് 47-ലാണ് ഗാറ്റ് കരാർ ഒപ്പുവെച്ചത്. അതിന്റെ ശേഷം 2001 വരെ WTO വരെ ഈ ഗാറ്റ് കരാറിനെ ജനറൽ അഗ്രിമെന്റ് ഫോർ ട്രേഡ് ആൻഡ് ടാരിഫ് അതിനെ ആസ്പദമാക്കിയാണ് നടന്നത്. 2001 ലോകം വേറൊരു വ്യാപാര കരാർ ഒപ്പുവെച്ചു, WTO. ഈ WTO 2001 ഒപ്പുവെച്ചു. അതിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും. ഇന്ന് ഉദാഹരണമായിട്ട് WTO ഒപ്പുവെച്ച രാജ്യങ്ങളിലെ മറ്റ് രാജ്യങ്ങളുടെ പ്രൊഡക്ഷന് വേണ്ടി അതിരുകൾ തുറന്നു കൊടുക്കണം. കസ്റ്റംസ് ഡ്യൂട്ടി ഒരുപാട് അടിക്കാൻ നിവൃത്തിയില്ല. എക്സ്പോർട്ട് ചെയ്യാനും ഇറക്കുമതി ചെയ്യാനും. നമ്മുടെ തെരുവില് ഞാൻ ചോദിച്ചോട്ടെ, ഒരു 20 വർഷം മുമ്പ് റോഡിൽ നോക്കിയാൽ എത്ര വണ്ടി ഉണ്ടായിരുന്നു? വളരെ വളരെ കുറവാണ്. കൂടി വന്ന അംബാസഡറും ഫിയറ്റും ഉണ്ട്. വേറെ വണ്ടി വല്ലതും കാണാനുണ്ടോ? ഇല്ല. ഇന്ന് സ്ഥിതി എന്തുവാ? കൊറിയൻ കാറ്, ഇംഗ്ലീഷ് കാറ്, ഫ്രഞ്ച് കാറ്, ജാപ്പനീസ്, എല്ലാ ഫോറിൻ കാറുകളും വന്നു. അതുപോലെ തന്നെ അന്തർദേശീയമായിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇവിടെ തന്നെ. നമ്മൾ റോഡ് യാത്ര, KFC, കെൻഡക്കി, പിസ്സ ഹട്ട്, പിസ്സ ഹിന്ന്, ഇങ്ങനെ അന്തർദേശീയ ഫുഡ് സ്റ്റോറുകളും ഇവിടെ കടന്നു. നമ്മൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വേൾഡ് മാർക്കറ്റ് എന്ന് പറയാം അല്ലേ? എന്തുകൊണ്ടായിരുന്നു? 2001 WTO ഒപ്പുവെച്ചതിന് ശേഷമാണ് ഇതെല്ലാം സംഭവിച്ചത്. അപ്പോൾ ഒരാഗോള വ്യാപാര ഉടമ്പടിയും പ്രബലമായി തീർന്നു. ലോകത്തെ ഒരു വാണിജ്യ ചന്ത പോലെ ആക്കിക്കൊണ്ടിരിക്കുക, വൺ മാർക്കറ്റ്. അപ്പൊ ഇത് ദൈവജനം ഇത് കാണുമ്പോൾ അവർക്ക് തിരിച്ചറിയാൻ കഴിയും,
ഇത് തിരുവചനത്തിൽ 2000 വർഷം മുമ്പ് പറഞ്ഞ ഒരു ഭരണകർത്താവിൻ്റെ കീഴിലേക്ക് ഇത് നീങ്ങിയാണെന്ന് അവർക്ക് ഗ്രഹിക്കാൻ കഴിയും. അത് അവർക്ക് ഗ്രഹിക്കാൻ കഴിയും എന്നീ പഠനത്തിൻ്റെ ഏറ്റവും ഗൗരവമായിരിക്കുന്ന ഒരു കൺക്ലൂഷനായിട്ട് പറയുമ്പോൾ കേൾക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ഈ തിരുവചനം പഠിക്കുന്ന ദൈവജനം അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കുകയും നാം എത്തി വന്നിരിക്കുന്ന ഈ വല്ലാത്ത കാലം, ഈ ദുഷ്കാലം ശരിയായ നിലയിൽ മനസ്സിലാക്കി ഉണരേണ്ടത് നമ്മുടെ വലിയ ഒരു ആവശ്യമായിട്ടും കൂടെ ഉണ്ട്. ദൈവജനത്തിൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് ഒന്ന് മടക്കയാത്ര ആരംഭിക്കുവാനും കൂടെ ഇത് വലിയ ഒരു ഉത്തരവാദിത്വ ചിന്ത നമുക്ക് നൽകട്ടെ എന്ന് വാസ്തവത്തിൽ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇനിയിപ്പം വളരെ വേഗത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളുടെ ഒരു ക്ലൈമാക്സ്, അതിൻ്റെ അത്യുച്ചകോടിയിലേക്ക് കാര്യങ്ങൾ വരുക അല്ലേ? ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ആദ്യം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഗോത്രഭരണങ്ങളായിരുന്നു. ചരിത്രത്തിൽ നമ്മൾ നോക്കിയാൽ ഓരോ ഗോത്രങ്ങളായിട്ട് ഇങ്ങനെ താമസിക്കാം. ഈ ഗോത്രഭരണം രാഷ്ട്രഭരണത്തിന് വഴിമാറി. അതെ അതെ, രാഷ്ട്രഭരണം ആഗോള ഭരണത്തിന് വഴി മാറിക്കൊണ്ടിരിക്കുക. വളരെ കൃത്യമാണ്. അപ്പം ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും, ഫ്രം ട്രൈബലിസം വി ഹാവ് മൂവ് ടു നാഷണലിസം, ഫ്രം നാഷണലിസം വി ആർ മൂവിങ് ടു ഗ്ലോബലിസം. അപ്പം ഗ്ലോബലിസമാണ് വേദപുസ്തകം വെളിപ്പെടുത്തിയ അവസാനത്തെ ഭരണമെന്നുള്ളത് ഈ 13-ാം അധ്യായം നമുക്ക് വ്യക്തമായിട്ട് ബോധ്യമാക്കി തരും. ഈ ഇങ്ങനെയുള്ള ഈ പ്രവചനങ്ങൾ ഈ ബൈബിളിലല്ലാതെ ലോകത്തിൽ ഏതെങ്കിലും പുസ്തകങ്ങളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഈ വിധത്തിലുള്ള പ്രവചനങ്ങൾ മറ്റെങ്കിലും നമുക്ക് കാണാൻ സാധിക്കില്ല. ബൈബിളിന്റെ മാത്രം പ്രത്യേകത. അതിനൊരു കാരണമുണ്ട്. ഭാവിയെ സംബന്ധിച്ച് കാലത്തിനതീതനായ ഒരു വ്യക്തിക്ക് മാത്രമേ പ്രവചിക്കാൻ കഴിയുള്ളൂ. 2000 വർഷം മുമ്പ് ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ വെളിപ്പെടുത്താൻ കഴിയും? ആർക്ക് വെളിപ്പെടുത്താൻ കഴിയും? ഒരു ശാസ്ത്രജ്ഞ, ഒരു ജ്ഞാനിക്കും അത് പറയാൻ പറ്റില്ല. അത് സമയത്തിന് അതീതനായ, അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ദൈവത്തിന് പേര് കൊടുത്തിരിക്കുന്നത് നിത്യനായ ദൈവം. യഹോവ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അതാണ്, ഇറ്റേണൽ ഗോഡ്. എപ്പോഴുമുള്ള, എല്ലാ കാലവും അവന് ആദ്യം അന്തവുമില്ല, അവന്റെ മുന്നിൽ ഒന്നും മറവല്ല, ആരംഭത്തിൽ അവസാനം അറിയുന്ന ദൈവം. അറിയുക മാത്രമല്ല സകലവും നിയന്ത്രിക്കുന്നു എന്നുള്ളത് അവൻ വെളിപ്പെടുത്തിയതുപോലെ നടക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിത്യനായിരിക്കുന്ന ദൈവം, ആ നിത്യനായിരിക്കുന്ന ദൈവത്തെ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ ദൈവത്തിന് ഞങ്ങളുടെ സമൂഹത്തിലോ ഞങ്ങളുടെ സംസ്കാരത്തിലോ ഞങ്ങളുടെ രാജ്യത്തിലോ ഞങ്ങളുടെ കുടുംബജീവിതത്തിലോ വ്യക്തി ജീവിതത്തിലോ ഇടപെടേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ സമൂഹം ഇന്ന് നമ്മുടെ ആധുനിക യുഗത്തിൽ, സയൻസ് യുഗത്തിൽ എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓർക്കണം, ആ ദൈവത്തെ മാറ്റി നിർത്തുവാൻ കഴിയുകയില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യേണ്ട സമാധാനപ്രഭുവായിട്ട് ദൈവം ജീവിക്കുന്നു. കാരണം ആ ദൈവത്തിൻ്റെ ഇടപാടുകൾ ഇന്ന് നമ്മുടെ കണ്ണിന് മുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൗരവമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടമായിട്ട് ഞാനിതിനെ മനസ്സിലാക്കുകയാണ്. ഈ യാത്ര, ഈ ഏകലോക ഗവൺമെന്റിലേക്കുള്ള യാത്രയിൽ ഈ മൃഗങ്ങളുടെ കൂടുതൽ പങ്കാളിത്തവും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വല്ലതും പറയുന്നുണ്ടോ? അല്ല, ഈ വ്യക്തി ഇവിടെ വെളിപ്പെടുത്തി തന്ന ഈ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം, നാം അവിടെ ദൈവം തന്നെ വെളിപ്പാടുകൾ തന്നിട്ടുണ്ട്. 10 കൊമ്പുണ്ട്, 7 തലയുണ്ട്, കൊമ്പുകളിൽ 10 രാജമുടി അല്ലെങ്കിൽ കിരീടങ്ങളുണ്ട്, തലയിൽ ദൂഷണനാമമുള്ള ഒരു മൃഗമാണ് കയറി വരുന്നത്. ഓക്കെ, നോക്കുക, വേദപുസ്തകത്തിൽ ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന പേര് ശ്രദ്ധേയമാണ്. എന്താ? അതായത് നമ്മൾ വായിച്ചാൽ തിരുവനന്തപുരത്ത് മലയാള ബൈബിളിൽ വരുമ്പോൾ അന്തിക്രിസ്തു എന്നൊക്കെ പറയും. എന്നാൽ എതിർ ക്രിസ്തു എന്നാ ശരിക്കും വരേണ്ടി. എതിർ ക്രിസ്തു, ആന്റി ക്രൈസ്റ്റ്. ആന്റി എന്ന് പറഞ്ഞാൽ എതിരായി നിൽക്കുന്നവൻ. അപ്പോൾ നമ്മൾ ഓർക്കണം, 2 തെസ്സലോനിയർ 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പൗലോസ് വെളിപ്പെടുത്തി, സകലത്തിലും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി. ദൈവിക കാര്യങ്ങൾക്കും ദൈവത്തിനും എതിരായി തന്നെത്താൻ ഉയർത്തുന്ന ഒരു എതിരാളി, ആന്റി. അതാണ് എതിരായിട്ട് നിൽക്കുന്ന എതിർ ക്രിസ്തു എന്ന് വാക്ക് പറയാം. എന്നാൽ അതിന് പകരമെന്നും ആശയമുണ്ട്. കാരണം അവൻ ദൈവത്തിലിരുന്ന് ദൈവം തന്നെത്താൻ നടിക്കും. പകരം എന്നുള്ള ആശയം എതിരാണ്, പകരവുമാണ്. അപ്പൊ ക്രിസ്തുവിന് എതിരാണ്, ക്രിസ്തുവിന് പകരമാണ്. മലയാള ഭാഷയിൽ അതിന് ബദൽ ക്രിസ്തു എന്നോ എതിർ ക്രിസ്തു എന്നോ പറഞ്ഞു. പക്ഷെങ്കില് അന്തിക്രിസ്തു എന്നാണ് സാധാരണ പറയുന്നത്. ഏതായാലും ആശയം ഒന്ന് തന്നെ. ആ വ്യക്തിക്ക് പല പേരുകളും ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. ചെറിയ കൊമ്പെന്ന് പറഞ്ഞിട്ടുണ്ട്, ഉഗ്രഭാവമുള്ള രാജാവെന്നുണ്ട്, വരുവാനിരിക്കുന്ന പ്രഭു, നാശപുത്രന്, അധർമ്മമൂർത്തി, ഇങ്ങനെ അന്തിക്രിസ്തു, ഇങ്ങനെ പല പേരുകളിൽ ബൈബിളിലുണ്ട്. ആ ഭാഗങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഏതായാലും ഈ നമ്മൾ ഓർക്കണം, ഇദ്ദേഹത്തെ സഹായിക്കുന്ന ഒരു മതനേതാവ് എഴുന്നേറ്റ്. അതാണ് 11-ാം വാക്യം തൊട്ട് കാണുന്നത്. ഓ, അത് ശരി. ഈ ലോക നേതാവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മതനേതാവിനെ
അത് 13-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 10 വാക്യങ്ങളിൽ രാഷ്ട്രീയ നേതാവിനെ കുറിച്ചും 11-ാം വാക്യം തൊട്ട് അവസാനം വരെ ഈ മത നേതാവിനെ കുറിച്ചും പറയുന്നത്. ഓ, അത് ശരി. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ലീഡറും ഒരു റിലീജിയസ് ലീഡറും ചരിത്രത്തിന്റെ അവസാനത്തിൽ വളരെ അത് പ്രാധാന്യത അർഹിക്കുന്നു. അവർ എഴുന്നേറ്റ് വരും. അപ്പോൾ ഇതിന് വേദപുസ്തകത്തിൽ പേര് പറഞ്ഞിരിക്കുന്ന മൃഗവും കള്ളപ്രവാചകനും. നോക്കിയേ 19-ാം അധ്യായത്തിന്റെ അവരെ പിടിച്ചു കെട്ടുന്ന കാര്യങ്ങൾ പറയുമ്പോൾ 19 കേസ് വരുമ്പോൾ 19 വാക്യം നോക്കിയാട്ടെ. 19-ാം അധ്യായത്തിന്റെ 19 വാക്യം വെളിപ്പാട് പുസ്തകം തന്നെ. അതെ, 19-ാം അധ്യായത്തിന്റെ 19-20 19-20 കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടിയത് ഞാൻ കണ്ടു. അടുത്ത ശ്രദ്ധിച്ചാട്ടെ. മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. കണ്ടോ, ഇവിടെ ഈ 20-ാം വാക്യം മൃഗത്തെയും പിന്നെ മനുഷ്യരാൽ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകൻ. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ് ഈ കള്ളപ്രവാചകന്റെ ശുശ്രൂഷ എന്നാ? ഈ മൃഗത്തിന് മുദ്ര ഏൽപ്പിക്കുക, അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുക. മറ്റു വിധത്തിൽ പറഞ്ഞാൽ അവനെ അംഗീകരിക്കുക. അവൻ കൊണ്ടുവരുന്ന കാര്യങ്ങളെ അംഗീകരിപ്പാൻ പ്രേരണ കൊടുക്കുന്ന വ്യക്തി ആരാണ്? ഈ കള്ളപ്രവാചകനാണ്. അദ്ദേഹം ആരാണ്? മത നേതാവാണ്. അത് ശരി. നമുക്ക് വീണ്ടും നോക്കാം. 20-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നോക്കിയാട്ടെ. 20-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകൻ കിടക്കുന്ന ഗന്ധക തീപ്പൊയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. അതായത് ഇവരെ പിടിച്ചു കെട്ടി കർത്താവ് വരുമ്പോൾ തീപ്പൊയിലേക്ക് തള്ളിക്കളയുകയാണ്. 1000 വർഷം കഴിഞ്ഞ് ഈ 1000 ആണ്ട് കഴിയുമ്പോൾ 7-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 1000 ആണ്ട് കഴിയുമ്പോൾ ഇത് തുറക്കുമ്പോഴും അവിടെ വായിക്കുന്ന തന്നെ പിശാചും മൃഗവും കള്ളപ്രവാചകൻ കിടക്കുന്ന ഗന്ധകത്തെ തീ. 1000 വർഷം കഴിയുമ്പോൾ ഇവർ ആ തീപ്പൊയ്യെ കിടപ്പുണ്ട്. ഏതായാലും ഇവിടെ വളരെ വ്യക്തമായി മൃഗവും കള്ളപ്രവാചകൻ, ഈ കള്ളപ്രവാചകൻ ചെയ്യുന്ന ശുശ്രൂഷ എന്താണെന്ന് ഇവിടെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഈ 13-ാം അധ്യായത്തിൽ വരുമ്പോൾ ഈ കള്ളപ്രവാചകൻ ചെയ്യുന്ന ശുശ്രൂഷ അതാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജനങ്ങളെ കൊണ്ട് ഈ മൃഗത്തെ, ഈ ലോക നേതാവിനെ അംഗീകരിപ്പിക്കുക. താന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും. നോക്കിയേ, അവിടെ നമ്മൾ വായിക്കുന്നു 12-ാം വാക്യം 13:12. അത് ഒന്നാമത്തെ മൃഗത്തിന്റെ മുമ്പാകെ അതിന്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1-ാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. അതൊരു മനുഷ്യൻ കാണുക ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീയിറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പിക്കാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന്റെ പ്രതിമയെ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുവാൻ അതിന് ബലം ലഭിച്ചു. ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായി എല്ലാവർക്കും വലങ്കേമേലോ നെറ്റിമേലോ മുദ്ര കുത്തണമെന്ന് അത് നിർബന്ധിക്കുകയും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം, ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അത് ഒരു മനുഷ്യന്റെ സംഖ്യ എത്രേ? അതിന്റെ സംഖ്യ 666. എത്ര വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ അവിടെ പറയുന്നത്. വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിശദീകരണം. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് വാണാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗം. അതെ, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? അങ്ങനെ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഓർക്കണം, യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെന്നിട്ടു. എതിർ ക്രിസ്തു, ക്രിസ്തുവിന് പകരം നിൽക്കുന്നവൻ. ഇവിടെ വലിയൊരു ഇമിറ്റേഷൻ നടക്കും. ഈ അന്തിക്രിസ്തു ഒരു അസാസിനേഷൻ, ഈ പൊളിറ്റിക്കൽ ലീഡർ അസാസിനേഷനിൽ നിന്ന് രക്ഷപ്പെടും. ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടും അല്ലേ? സക്കറിയ പ്രവചനം 11-ാം അധ്യായം നോക്കിയാട്ടെ. സക്കറിയ പ്രവചനം 11-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം നോക്കിയാട്ടെ. 11:17 വാക്യം. ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ച് കളയുന്ന തുമ്പുകെട്ട ഇടയൻ അയ്യോ കഷ്ടം. അടുത്ത ഭാഗം. അവന്റെ ഭുജത്തിനും വലങ്കണ്ണിനും വരൾച്ച, അവന്റെ ഭുജം അശേഷം വരണ്ടും വലങ്കണ്ണ് അശേഷം ഇരുണ്ടും പോകട്ടെ. നോക്കുക, അസാസിനേഷനിൽ ഒരു കണ്ണും പോകും, അവന്റെ ഒരു കൈയും അവന്റെ സ്വാധീനത നഷ്ടപ്പെടും. പക്ഷെങ്കിൽ ലോകത്തോട് തെറ്റിദ്ധരിപ്പിക്കും, ഇയാൾ മരിച്ചുപോയി. വാളാൽ മുറിവേറ്റിട്ടും മരിച്ച മൃഗം അല്ല ജീവിച്ച മൃഗത്തിന് പ്രതിമയുണ്ടാക്കാൻ നമസ്കരിക്കും. ഞാൻ
ഇച്ചിരി തുറന്നു പറഞ്ഞോട്ടെ, ക്ഷമിക്കണേ. പ്ലീസ്. ഈ ഒരു മതനേതാവ് ഉദാഹരണമായിട്ട് റോം പലരെയും വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കും. അതെ. ഇവരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഇവരുടെ പ്രതിമകളും പടങ്ങളും ഒക്കെ ലോകത്തിൽ ഉണ്ടാക്കുമോ? തീർച്ചയായിട്ടും ഉണ്ടാക്കും. ലക്ഷക്കണക്കിന് പടങ്ങൾ ഉണ്ടാക്കും. അവരുടെ ബിംബങ്ങളും ഒക്കെ ഉണ്ടാക്കും. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഈ കള്ളപ്രവാചകൻ എന്താ ചെയ്യുന്നത്? വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന്റെ പ്രതിമ നമസ്കരിക്കേണ്ടതിനും, ആ വാക്യം നോക്കിയ പ്രയോഗം നോക്കി, പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും. ലോകം ഇത് ഇയാളെ അംഗീകരിക്കാനായിട്ട് ലോകത്തെ പ്രേരിപ്പിക്കുകയാണ്. ഇന്ന് മനുഷ്യൻ മറ്റൊരു വസ്തുത നോക്കണം, അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ പുറകെ തിരിഞ്ഞു. ഇന്ന് ആഗോള വ്യാപകമായിട്ട് അതിന്റെ പുറകെ ആളുകൾ അങ്ങോട്ടാണ്. ആൾക്കാർക്ക് വേണ്ടത് അത്ഭുതവും അതിശയവും അടയാളവും അല്ലേ? ഇതിനു വേണ്ടി സാഹചര്യം ഒരുക്കുകയാണ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയ തെസ്സലോനിക്ക ലേഖനത്തിൽ ഒരു പദപ്രയോഗമുണ്ട് ഈ അന്തിക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ. ഇന്ന് ലോകം ഈ അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ പുറകെ പോകുമ്പോൾ വളരെ ഭയത്തോടുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വഞ്ചനയുടെ ആത്മാവിലൂടെയാണ്. നോക്ക്, അതിന്റെ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം, അവിടെ അധർമ്മമൂർത്തി എന്നാണ് ഈ അന്തിക്രിസ്തുവിന് പറഞ്ഞിരിക്കുന്ന പേര്. 9-ാം വാക്യം നോക്കിയാട്ടെ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത അല്ലേ? നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടി ആയിരിക്കും. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ദൈവം അടുത്തായിട്ട് പറഞ്ഞു, അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാകിയാൽ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് പോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഇതൊരു വലിയ ഒരു യാഥാർത്ഥ്യമായിട്ട് തോന്നുന്നല്ലോ. ഒന്ന് ശ്രദ്ധിക്കുക, സാത്താൻ ഇന്ന് നമ്മൾ നോക്കുക, ലോകം ഈ അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ പുറകെയായി മനുഷ്യനെ ബ്ലൈൻഡായിട്ട് അങ്ങ് വിശ്വസിക്കുക. ഇവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വ്യാജമായ അത്ഭുതങ്ങളോടും അടയാളമാണ്. അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ദൈവം ഒരാൾക്ക് സുഖം കൊടുക്കുന്നു, ഞാനതിനെതിരല്ല. എന്നാൽ വേദപുസ്തകത്തിൽ ഇവിടെ നമ്മൾ വായിക്കുന്നു അടയാളമെന്ന്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അടയാളം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? ശിമിയോൻ എന്നുള്ള ഗ്രീക്ക് വാക്ക് അടയാളം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അടയാളം. നമ്മൾ റോഡിൽ പോകുമ്പോൾ ഒരുപാട് അടയാളം കാണും. അതെ, അത് നമുക്ക് മറ്റൊരു ദൂത് തരികയാണ്. അതൊരു പോയിന്ററാണ്. അത് നമ്മളെ ഒരു ചൂണ്ടുപലകയാണ്, ഒരു സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുക. അപ്പം കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ അപ്പോസ്തലന്മാരുടെ കരങ്ങളാൽ കർത്താവിന്റെ കൂടെയും അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ഭൂമിയിൽ നടന്നു. അത് പോയിന്ററായിരുന്നു. അതെന്തിലേക്കാ പോയിന്റ് ചെയ്തേ? അവനാണ് മശിഹയെന്നും ഈ ശിഷ്യന്മാർ പ്രസംഗിച്ച വചനങ്ങൾ ദൈവവചനമാണെന്നും മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന പോയിന്ററായിരുന്നു, അടയാളങ്ങളായിരുന്നു. അല്ലാതെ ഇതെന്നും നടക്കാൻ വേണ്ടി കൊടുത്തതല്ല. അത് ശരി. എന്നാൽ ഇന്ന് നടക്കുന്നത് നമ്മളിവിടെ വായിക്കുന്നത് വ്യാജമായത്. ഞാൻ ചോദിച്ചോട്ടെ, അന്ന് കുരുടന്മാർക്ക് സുഖം കൊടുത്തു, അതെ, മുടന്തന്മാർ എഴുന്നേറ്റ് നടന്നു. പ്രത്യക്ഷമായ അടയാളങ്ങളായിരുന്നു അത്. അതെ, മരിച്ചവരെ ഉയർത്തുന്ന പ്രത്യക്ഷ അടയാളങ്ങളാണ്. വയറ്റിനകത്ത് വേദന പോയെന്നോ തലവേദന മാറിയെന്നോ എന്നുള്ളതല്ല. അല്ലല്ല, അവർക്ക് പ്രത്യക്ഷമായി കാണാൻ കഴിഞ്ഞു. 38 വർഷമായി ആ കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യനെ ആ കിടക്കയോട് എഴുന്നേറ്റ് നടക്കാൻ ആവശ്യപ്പെട്ടു. അപ്പൊ അവൻ എഴുന്നേറ്റ് നടന്നു. അതൊരു അടയാളമാണ്. ആൾക്കാർ കണ്ടു, കാണാൻ കഴിഞ്ഞു. അത് അടയാളമായിരുന്നു. ഓക്കെ. ഇവിടെ വ്യാജമായ അടയാളങ്ങളും അത്ഭുതങ്ങളും ഇന്ന് നമ്മൾ നോക്കി, വ്യാജമായ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. ഈ വിധത്തിലുള്ള അത്ഭുതങ്ങളൊന്നും ഇന്ന് നടക്കുന്നില്ല. പക്ഷെ ആളുകൾ ഇന്നും വിശ്വസിക്കുന്നു ഇതൊക്കെ നടക്കുന്നുവെന്ന് കരുതുന്നു. ഇത് ലോകത്തെ ഈ അന്തിക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുക്കുന്ന ഒരു സ്പിരിറ്റ് വർക്ക് ചെയ്ത്. ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും എന്നുള്ളത് വാസ്തവത്തില് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം അടയാളങ്ങളും അത്ഭുതം കാണിക്കുകയായിരുന്നോ? അല്ല. എന്തായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം? കർത്താവ് മാനവരാശിക്ക് രക്ഷ കൊടുക്കാനാണ് കടന്നു വന്നത്. അപ്പോൾ യഹൂദന്റെ മധ്യത്തിൽ ഇവനാണ് അവരുടെ മശിഹ എന്നുള്ളത് അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഓ, അത് ശരി. പത്രോസിന്റെ പ്രസംഗം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തില് പത്രോസ് പ്രസംഗിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തി ഒന്ന് വായിച്ചു നോക്കാട്ടെ. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം.
ആദിമ നൂറ്റാണ്ടിലെ അപ്പസ്തോലിക കാലഘട്ടത്തിൽ അപ്പസ്തോലന്മാർ ചെയ്ത അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതൊന്ന് വായിച്ചാട്ടെ, കർത്താവ് ചെയ്ത അത്ഭുത അടയാളത്തെ കുറിച്ച്. ലോക രാജ്യങ്ങളെല്ലാം ഭരിച്ച് മടുത്ത് തകർന്ന് തളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മധ്യത്തിൽ ലോകത്തിന് മുന്നോട്ട് പോകുവാൻ ഒരു ഏകലോക നേതാവിനെ വേണം, ഏകലോക നാണയ വ്യവസ്ഥിതി വേണം, ഏകലോക ഗവൺമെന്റ് വേണം എന്നുള്ള ചിന്ത ലോക രാജ്യ രാക്ഷസന്മാരുടെ മസ്തിഷ്കത്തിൽ, ഹൃദയത്തിൽ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ തരുണത്തിൽ നാം ഓർക്കണം, ഈ ഏകലോക ഗവൺമെന്റിനെ കുറിച്ച്, ഏകലോക ഭരണക്രമത്തെക്കുറിച്ച്, ഏകലോക ഭരണ അധികാരിയെക്കുറിച്ച് വിശുദ്ധ ബൈബിളിന്റെ പേജുകളിൽ, പ്രവചനങ്ങളിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രവചനങ്ങളുടെ പഠനത്തിലേക്കും പ്രഭാഷണ പരമ്പരയിലേക്കും ഇന്നും നിങ്ങളെ ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. കേൾക്കുക, ചിന്തിക്കുക, പഠിക്കുക, പ്രപഞ്ചനാഥന് വേണ്ടി ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്കിടയായെങ്കിൽ എത്രയോ നന്നായിരുന്നു. സയൻസ് തരാത്ത, ശാസ്ത്രം തരാത്ത, ആധുനിക കണ്ടുപിടുത്തങ്ങൾ തരാത്ത, പണത്തിന്, പ്രതാപത്തിന്, പേരിന്, പ്രശസ്തിക്ക് തരാൻ കഴിയാത്ത ഹൃദയ സമാധാനം, ആശ്വാസം നിങ്ങളുടെ സ്വന്തമായി തീരും. സമാധാന പ്രഭു അതിന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ സമാധാനത്തിൻ്റെ ഉടമകളായിട്ട് തീരുവാൻ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പ്രോഗ്രാമിൻ്റെ കേൾവി അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും സമയം ഈ പ്രോഗ്രാം കേട്ടതിൽ നിങ്ങൾക്ക് നന്ദി പറയുന്നു. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുത്ത് എത്തുകയില്ല. നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ഉറക്കം കെടുത്തുന്ന സംഭവങ്ങളുടെ തുടർക്കഥയായി തീർന്നിരിക്കുന്നു. സംശയമില്ല, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള കുടിപ്പക, അഴിമതി, യുദ്ധം, ആക്രമണങ്ങൾ, ആയുധ മത്സരം, അന്തരീക്ഷ മലിനീകരണം, സ്വഭാവ മലിനീകരണം, നിയമനിഷേധം, ഭീകരപ്രവർത്തനം, ഇങ്ങനെ നമ്മെ നിരാശപ്പെടുത്തുന്ന പട്ടിക നീളുകയാണ്. ഇതിനൊക്കെ എവിടെയാണ് ഉത്തരം? കുരുന്നു ഹൃദയങ്ങളിലും ഉയരുന്ന ചോദ്യമാണിത്. ഈ വിഷയപഠനങ്ങൾ ഉൾക്കൊള്ളുന്ന 13 മണിക്കൂർ ദൈർഘ്യമുള്ള അന്ത്യനാഴിക എന്ന ഓഡിയോ MP3 CD, അതെ, ലോകാന്ത്യത്തെ പറ്റിയുള്ള ബൈബിളിന്റെ മുഴുവൻ പ്രവചനങ്ങളും കോർത്തിണക്കി അക്കവും പുള്ളിയും ഇട്ട് വിശദീകരിക്കുന്ന, ഒടുവിൽ എന്ത് ഭവിക്കും എന്ന് വിശദമാക്കുന്ന 13 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു മനോഹര MP3 CD. അന്ത്യനാഴിക ദേശീയ അന്തർദേശീയ വേദികളിൽ ശ്രദ്ധേയരായ റേഡിയോ TV പ്രഭാഷകരും ബൈബിൾ പ്രവചന പണ്ഡിതരുമായ ബ്രദർ ജോൺ പി തോമസ് കൊച്ചി, ബ്രദർ ജോൺ സെബാസ്റ്റ്യൻ കോട്ടയം എന്നിവർ നിങ്ങളോട് സംസാരിക്കുന്നു. മരണം ഒരു നിത്യ യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? മനുഷ്യൻ മരിച്ചാൽ ഉയർത്തു നിൽക്കുമോ? സയൻസ് യുഗ മനുഷ്യരുടെ സ്വകാര്യ ചോദ്യങ്ങൾ, സ്വപ്ന ചോദ്യങ്ങൾ, സങ്കട ചോദ്യങ്ങൾ, സയുക്തിക ചോദ്യങ്ങൾ, അതെല്ലാം സാരവത്തായി തന്നെ മറുപടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിന് ഒരു ഉപകാരമായി ഞങ്ങൾ സമർപ്പിക്കുന്നു മരണശേഷം എന്ത്, എവിടെ, എങ്ങനെ എന്നുള്ള ഓഡിയോ CD. ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാർ 1893 ചിക്കാഗോയിൽ കൂടി 100 വർഷം കഴിയുമ്പോൾ മാനവരാശി എങ്ങനെ ഇരിക്കുമെന്ന് വിഭാവനം ചെയ്ത് പറഞ്ഞപ്പോൾ 150 വയസ്സ് വരെ അവൻ ജീവിച്ചിരിക്കും. വിവാഹമോചനം എന്ന് പറയുന്നത് മാറ്റപ്പെട്ടിരിക്കും. ലോകത്തിൽ ജയിലുകൾ ആവശ്യമില്ലാതെ വരും. മാത്രമല്ല, ഗവൺമെന്റ് ഭരണകൂടങ്ങളൊക്കെ കുറച്ചുകൂടെ സുഖകരമായി തീരുമെന്ന് അവർ പ്രഖ്യാപിച്ചപ്പോൾ ഒരു വസ്തുത നമുക്കറിയാം, അവർ പറഞ്ഞതെല്ലാം പരാജയപ്പെട്ടു. മനുഷ്യന് ഭാവിയെ സംബന്ധിച്ച് എങ്ങനെ എന്തെന്നുള്ളത് വെളിപ്പെടുത്തുവാൻ നിവൃത്തിയില്ല. ചരിത്രം മനുഷ്യൻ്റെതല്ല, രാജാക്കന്മാരുടേതല്ല, ചക്രവർത്തിമാരുടേതല്ല, കേവലം അത് ദൈവത്തിൻ്റെതാണ് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇതെല്ലാം എന്ന് നാം മനസ്സിലാക്കണം. കൂടുതൽ പഠനത്തിന് CD-കളും DVD-കളും. ദൈവവചനം അഥവാ ബൈബിൾ, ദൈവത്തിന്റെ ക്രോധ ദിവസത്തിൽ, ലോകവും സഭയും, ഉത്തമഗീതം, ലോക സംഭവങ്ങൾ, പരിശുദ്ധാത്മാവ്, മരണം ഒരു കവാടം, 7 സഭകൾക്കുള്ള ദൂത്, ലോകാന്ത്യവും ജീവിതാന്ത്യവും, ദൈവകൃപ, ദാനിയേൽ പ്രവചനം, യഹോവയുടെ ഉത്സവങ്ങൾ, ലേവ്യ യാഗങ്ങൾ, വെളിപ്പാട് ഒരു പഠനം, രക്ഷ, ലോകാന്ത്യ സംഭവങ്ങൾ.
ഞങ്ങളുടെ മാന്യ പ്രേക്ഷകർക്ക് 3 പുസ്തകങ്ങൾ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഗുരുവിനെ കണ്ടുമുട്ടിയവർ, മരണത്തിനപ്പുറത്തൊരു ജീവിതമോ, അറിയുവാൻ വൈകുന്ന സത്യങ്ങൾ. ഈ പുസ്തകങ്ങൾ ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങൾക്ക് SMS അയയ്ക്കുക. യേശുക്രിസ്തു വേഗം വരുന്നു. വരവിൻ്റെ ലോകലക്ഷണങ്ങൾ വളരെ കാണുന്നു. വേഗം വരുന്ന ഈ കർത്താവിൽ വിശ്വസിക്കുവാൻ നിങ്ങൾക്കും ഇടയായെങ്കിൽ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. സന്മനസ്സുള്ളവരുടെ ഹൃദയങ്ങളിൽ സ്മൃതിനാശമില്ലാതെ ജീവിക്കുന്ന സമാധാന പ്രഭുവിനെ അറിയുവാൻ സമ്മാന ഗ്രന്ഥം നിങ്ങൾക്കും വിജയിക്കാം. നിങ്ങളുടെ പൂർണ്ണ മേൽവിലാസം ഞങ്ങൾക്ക് SMS അയയ്ക്കുക. SMS അയക്കേണ്ട നമ്പർ 9495446029 ഫോർ ബുക്സ് എന്ന് എഴുതി SMS അയയ്ക്കുക. ഈ പഠനങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ്. ലൈഫ് ആഫ്റ്റർ ലൈഫ് ബൈ ജോൺ സെബാസ്റ്റ്യൻ ആൻഡ് ജോൺ പി തോമസ്. ഇൻ്റർനെറ്റിൽ നിന്നും ഈ CD ഡൗൺലോഡ് ചെയ്ത് കേൾക്കുവാൻ www.peaceministry.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. Although everything may seem stacked against you, God is on your side. He knows who you are, where you're from, and what you're up against. He will help you and deliver you. God bless you.